ഞാൻ എന്തിന് ജനിച്ചു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി, ഞാൻ എവിടെ ജനിച്ചു, എന്തുകൊണ്ട് ഇവിടെ മരിക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് ഇത്രയും സമയം മാത്രം കിട്ടുന്നു, ഈ സമയത്തിലൂടെ ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നു. ഇങ്ങനെയൊക്കെ ബാഹ്യമായിട്ടും ചിന്തിക്കാം, ആന്തരികമായിട്ടും ചിന്തിക്കാം. ആന്തരികമായിട്ട് ചിന്തിക്കുമ്പം ഉറപ്പായിട്ടും ഏത് കാലഘട്ടത്തിലായാലും പല ശാസ്ത്രങ്ങളിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ ഉറപ്പായിട്ടും തന്ത്രശാസ്ത്രത്തിലേക്കും എത്തും. കാരണം മനുഷ്യൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അനേകായിരം രീതിയിലുള്ള സാധനങ്ങളുടെ ഒരു കൂട്ടമാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. ലക്ഷ്യം ഒന്നാണ്, പക്ഷെ പല വഴികൾ ഇതിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു ശ്ലോകമുണ്ട്, കൃതേ വേദയുക്താചാര. കൃതേ വേദയുക്താചാര എന്ന് പറഞ്ഞാൽ വേദം എന്ന് പറയുന്ന വാക്കിന് ഒരു പാഠഭേദമുണ്ട് ഇതേ ശ്ലോകത്തിന് തന്നെ. കൃതേ ശ്രുതിയുക്താചാര ത്രേതായ സ്മൃതി സംഭവ. കൃതായുഗത്തിൽ ചതുർയുഗമാണ്. ചതുർയുഗത്തിൽ ഒന്നാമത്തെ യുഗം എന്ന് പറയുന്നത് സത്യയുഗം അല്ലെങ്കിൽ കൃതായുഗം. കൃതായുഗത്തിൽ വേദം യുക്താചാരമായിരുന്നു. ത്രേതായാം സ്മൃതി സംഭവ. ത്രേതായുഗത്തിൽ സ്മൃതിയെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ പോയത്. അതുകൊണ്ട് സ്മൃതിയുടെ അംശങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രാമായണമൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കൃതേ ശ്രുതി യുക്താചാര ത്രേതായാം ശ്രുതി സംഭവ ദ്വാപരേതു പുരാണോക്തം. ദ്വാപരയുഗത്തിൽ പുരാണമാണ് ഏറ്റവും ഉത്തമം. കലിയു ആഗമം കേവലം. കലിയുഗത്തിൽ ആഗമങ്ങളുമാണ് പ്രധാനം. ഇവിടെ കൃതായുഗത്തിൽ വേദങ്ങളും ത്രേതായുഗത്തിൽ സ്മൃതിയും ദ്വാപരയുഗത്തിൽ പുരാണങ്ങളും കലിയുഗത്തിൽ ആഗമശാസ്ത്രങ്ങൾ അഥവാ തന്ത്രശാസ്ത്രങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ആഗമങ്ങളെന്നും നിഗമങ്ങളെന്നും അതുപോലെ തന്നെ അത് ശൈവസംബന്ധിയായിട്ടുള്ള ശാക്തേയ സമ്പ്രദായത്തിലും സംഹിതകളെന്നും പഞ്ചരാത്രങ്ങളെന്നും ഒക്കെ പറയുന്നത് വാസ്തവത്തിൽ വൈഷ്ണവ സമ്പ്രദായമാണ്. നമുക്കതിനെപ്പറ്റി താന്ത്രിക് ലിറ്ററേച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഫ്യൂച്ചറിലുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. വിശദമായിട്ട് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാം. കേരളത്തിൻ്റെ ഒരു താന്ത്രിക് ലിറ്ററേച്ചറിൻ്റെ ഒരു ലെഗസിയും തന്ത്രസമുച്ചയത്തിന് മുമ്പ് എന്തായിരുന്നെന്നും തന്ത്രസമുച്ചയത്തിന് ശേഷം എന്താണെന്നും ഒക്കെയുള്ള നമുക്ക് ഫ്യൂച്ചർ ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ തന്ത്രശാസ്ത്രത്തിൻ്റെ റെലവൻസ് എന്താണെന്നുള്ളതാണ്. കൃതായുഗത്തിൽ ധർമ്മം പൂർണ്ണമായിരുന്നു. സത്യം മാത്രമേ പറയൂ. സത്യത്തിൽ ഊന്നിയാണ് ജീവിതം മൊത്തം. ത്രേതായുഗത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ധർമ്മം പകുതിയായി. ദ്വാപരയുഗത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിൻ്റെയും പകുതിയായി. കലിയുഗത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് വളരെ ഒരു ഡാർക്ക് ഏജ്. ധർമ്മം എന്താണെന്ന് പോലും നമുക്കിന്ന് അറിയില്ല. ശരി ഏതാ തെറ്റേതാന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പല ആൾക്കാർക്കും കൺഫ്യൂഷനാണ്. വാട്ട് ഈസ് ധർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് സത്യം, എന്താണ് ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൺഫ്യൂസ്ഡാണ്. ആൾക്കാർ ചോദിക്കുന്ന കേട്ടില്ലേ, എന്താണ് ശരിക്കും ധർമ്മം, എന്താണ് റിയാലിറ്റി, എന്താണ് സത്യം, എല്ലാം റിലേറ്റീവ് അല്ലേ എന്നൊക്കെ പറയും. റിലേറ്റീവ് ആണ്, സത്യമാണ്. പക്ഷേ അതിന് ഓരോരുത്തടത്തും ഓരോ തലങ്ങളുണ്ട്. അതാണ് ആ ടൈം സ്പേസിനനുസരിച്ച് ആ ഇവൻറ്റിനോരോ ധർമ്മമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാം നേച്ചറിൻ്റെ ഭാഗമല്ലേ, എല്ലാം ഈശ്വരനല്ലേ, എല്ലാം ഭംഗിയല്ലേ എന്ന് വിചാരിച്ചിട്ട് പ്രണയമാണെല്ലാം, ലവ് ഈസ് ഓൾ എന്നൊക്കെ പറയും. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈഗോ ബേസ് ചെയ്തിട്ടല്ല അതിനെ കാണണ്ടേ. ഈഗോ അതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രീതി മാറും. കാരണം ഈഗോ വളരെ ഗ്രോസ് ലെവലിലുള്ളൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ഈഗോയുടെ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രോസ് ലെവലിലുള്ളൊരു കാര്യമാണ്. ഉദാഹരണം പറയാം, ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ടുകളുടെ ആകത്തുകയാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡും ഈ പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സിൻ്റെയും ഭാഗം തന്നെയാണ്. പക്ഷേ അതും പ്രണയമല്ലേ, സ്നേഹമല്ലേ, ഈശ്വരാംശമല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി മൂത്ത് കോരി ഒഴിച്ചാൽ അത് പൊള്ളും. കാരണം അതിൻ്റെ ധർമ്മം അതാ, പൊള്ളുക എന്നുള്ളത് അതിൻ്റെ രീതിയാണ്. അപ്പം ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് സത്യത്തിലൂന്നി നിന്നുകൊണ്ട് ആ വിഷയത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി ആ ടൈം സ്പേസിൽ ആ ഇവൻറ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് കോമൺ സെൻസ്. അതാണ് ധർമ്മം. അത് പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു സോളിൽ അടങ്ങിയിരിക്കുന്ന സുഹൃതങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള സാധന കൊണ്ടോ തിരിച്ചറിയേണ്ടതാണ്. അത് പഠിപ്പിക്കാൻ പറ്റില്ല നമുക്ക്. എല്ലാം ഈശ്വരാംശം തന്നെയാണ്, സംശയമില്ല. ഈ പ്രപഞ്ചം മൊത്തം ഈശ്വരാംശമാണ്. ഞാനും നിങ്ങളും അടക്കം സർവ്വതും ഈശ്വരാംശമാണ് ആത്യന്തികമായ തലത്തിൽ. അതിൻ്റെ സറ്റിൽ തലത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഊർജ്ജ തലങ്ങളാണ്, എല്ലാം എനർജി, വ്യത്യസ്തങ്ങളായിട്ടുള്ള എനർജി ഫീൽഡുകളാണ്. പക്ഷേ ഗ്രോസ് തലത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ എല്ലാ രീതി മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഗ്രോസ് തലത്തിൽ സദാ മാറിക്കൊണ്ടിരിക്കുന്ന, മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം വേറെ തന്നെയാണ്. അപ്പോൾ ഗ്രോസ് തലത്തിൽ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ആ രീതിയിലും സറ്റിൽ തലത്തിൽ
ഒരു വിഷയത്തെ സമീപിക്കുമ്പം ആ രീതിയിലും ആത്യന്തികമായിട്ടുള്ളൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ അതിൻ്റെ ആത്യന്തിക തലം ആ രീതിയിലുമാണെന്നുള്ള തിരിച്ചറിവ് ആണ് കോമൺ സെൻസ്. അത് ഇന്നത്തെ കാലത്ത് വളരെ കുറവ്. അതുകൊണ്ടാണ് കലിയുഗത്തിൽ ധർമ്മം ഉണ്ടാവില്ല എന്ന് പറയുന്നത്, ധർമ്മം കുറവായിരിക്കും എന്ന് പറയുന്നത്. കാരണം കൺഫ്യൂസ്ഡ് ആയിരിക്കും.